കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജി കൂടി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ എത്തിയതായി എസ് ശ്രീകാന്ത് അറിയിക്കുന്നുണ്ട്. ശ്രീകാന്ത്, അതാരാണ് ആ ഹർജി നൽകിയത്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. അതൊരു പൊതുതാൽപര്യ ഹർജിയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഈ പൊതുതാൽപര്യ ഹർജി കൂടി വരുന്നത്. ചേർത്തല സ്വദേശി മുരളീധരൻ എന്നയാളാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കോടതി ഫയലിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കേൾക്കും, അല്ല എങ്കിൽ ഇത് തള്ളിക്കളയുക എന്നുള്ളതായിരിക്കും. ഈ ഹർജി തള്ളുക, ഫയലിൽ സ്വീകരിക്കാതെ തള്ളിക്കളയുക എന്നുള്ളതായിരിക്കും കോടതിയുടെ നടപടി. അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. ഫയലിൽ സ്വീകരിക്കുന്നെങ്കിൽ സ്വാഭാവികമായും ഈ രണ്ട് ഹർജികളും ഒരുമിച്ചായിരിക്കും കേൾക്കാൻ സാധ്യത കൂടുതൽ. എന്തായാലും ഒരു ഹർജി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹർജി നൽകിയിരുന്നു. അതിന്മേൽ വളരെ വിശദമായ കാര്യങ്ങൾ അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചത് എന്നവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഉന്മേഷ്. കാരണം പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട്, മുഖ്യമന്ത്രിയുടെ കീഴിൽ ഉള്ള ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഹർജി വന്നിരിക്കുന്നത് എന്നതിനാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും CBI അന്വേഷണ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അങ്ങനെ സർക്കാർ, ആഭ്യന്തര വകുപ്പ് ഈ CBI അന്വേഷണ ആവശ്യം അംഗീകരിച്ചു കൊടുത്താൽ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങൾ പോലീസിനും ആഭ്യന്തര വകുപ്പിനും, അത് വേറൊരു നിലയ്ക്ക് മുഖ്യമന്ത്രിക്കും എതിരെ എന്ന് വേണമെങ്കിൽ പറയാം, അത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു CBI അന്വേഷണ ആവശ്യം അംഗീകരിക്കുമോ എന്ന ഡൗട്ടാണ്, അത് സംശയമാണ്. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കൽ കൂടിയാകും അത്. അതിന് പോലീസും ആഭ്യന്തര വകുപ്പും മുതിർന്നേക്കാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയെങ്കിൽ പാർട്ടി ഇത് എങ്ങനെ പ്രതിരോധിക്കും? CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അവർ ആദ്യഘട്ടം മുതൽ പറയുന്നത് ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ് എന്നുള്ളതാണ്. അവർ പരസ്യമായ നിലപാട് പ്രഖ്യാപിക്കുകയും PP ദിവ്യക്കെതിരെ കടുത്ത നടപടിക്ക് രംഗത്ത് ഇറങ്ങുകയും ചെയ്തത് അവരാണ്. ഒപ്പം തന്നെ MV ഗോവിന്ദൻ അടക്കമുള്ളവർ അവിടെ എത്തി കുടുംബത്തിനൊപ്പം എന്ന് പറയുകയും ചെയ്തു. പാർട്ടി നിലപാട് അക്കാര്യത്തിൽ എന്താകും എന്നുള്ള കാര്യം പിന്നീട് ചർച്ചയാകും. അതായത് CPIM ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത ദുർഘട പ്രതിസന്ധിയിലാണ്. സർക്കാരിനൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. അതിന് വിരുദ്ധമായൊരു നിലപാട് പാർട്ടിക്ക് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും അതിഗുരുതരമായ ആരോപണമാണ് ആ കുടുംബം ഉന്നയിച്ചത്. കൊലപാതകം എന്ന സംശയമുണ്ട് എന്നതടക്കം പറയുന്നു. പോലീസ് ഈ തെളിവ് മുഴുവൻ നശിപ്പിക്കുകയാണ് എന്നവർ പറയുന്നു. പ്രതിക്ക് ഈ തെളിവുകൾ കുഴിച്ചുമൂടി ഇത് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ എല്ലാ സഹായവും നൽകുന്നു എന്ന് ആ കുടുംബം പറയുകയാണ്. ഇത്തരം ആരോപണങ്ങളിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കും, എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണുകയെ നിവൃത്തിയുള്ളൂ. തുടരുക ശ്രീകാന്ത്. സജോ, ഇപ്പോൾ ഈ വിഷയത്തിൽ അന്ന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ടായപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് കണ്ണൂർ പാർട്ടി, പത്തനംതിട്ട പാർട്ടി എന്നൊന്നുമില്ല, പാർട്ടി ഒന്നേ ഉള്ളൂ, അതിനൊറ്റ നിലപാടുള്ള എന്നുള്ള തരത്തിലാണ്. പക്ഷേ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണങ്ങൾ, ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാലതാമസം, അങ്ങനെ അന്നേ തന്നെ ഇക്കാര്യങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായതാണ്. ഇനി ഇക്കാര്യത്തിൽ ഈ CPIM പ്രത്യേകിച്ച് കണ്ണൂർ പാർട്ടി അടക്കം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കരുതേണ്ടത് സജോ? കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഇത് ആത്മഹത്യ തന്നെയാണോ എന്ന സംശയമുണ്ട്, കൊലപാതകമാണോ എന്നുള്ള സംശയമുണ്ട്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹർജിയുടെ ഭാഗമായി കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായിട്ടുള്ള അവരുടെ വിമർശനം മുന്നോട്ട് വെക്കുന്നുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചില്ല, പോലീസ് അനാവശ്യ തിടുക്കം കാണിച്ചു എന്നിങ്ങനെയുള്ള നിരവധി വിമർശനങ്ങൾ, അന്വേഷണത്തിലെ പാളിച്ചകളൊക്കെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സജോ, ഈ കണ്ണൂരിലെ CPIM ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് നമ്മുടെ മുൻപിലുണ്ട്. പ്രത്യേകിച്ച് ഒരു CBI അന്വേഷണം എന്നുള്ള ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുമ്പോൾ പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചതായി സജോ പറയുന്ന തെളിവുകളൊക്കെ ഭദ്രമായി ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നവരുടെ നിലപാടൊക്കെയുണ്ട്. അപ്പോൾ ഒരു CBI അന്വേഷണം എന്ന് പറയുന്ന ഈ കുടുംബത്തിന്റെ ആവശ്യത്തോട് എങ്ങനെയായിരിക്കും CPIMന്റെ പ്രതികരണം വരിക സജോ?
ഉന്മേഷ്, അത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. സംസ്ഥാന സർക്കാരിൽ സംസ്ഥാന അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തെ CPIM തള്ളിപ്പറയുമോ, അതല്ല കുടുംബത്തെ വിശ്വാസത്തിലെടുക്കുന്ന നിലപാട് സ്വീകരിക്കുമോ, രാഷ്ട്രീയമായി കുറെ കൂടി ഉറപ്പുള്ള നിലപാട് CBI അന്വേഷണമെങ്കിൽ അങ്ങനെ ഏത് ഏജൻസി അന്വേഷിച്ചാലും വെളിപ്പെടേണ്ടത് സത്യമാണല്ലോ. അങ്ങനെ ഒരു നിലപാട് CPM സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ കുടുംബം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടതാണ്. ഇൻക്വസ്റ്റ് നടപടികളുടെ കാര്യത്തിൽ അനാവശ്യ തിടുക്കമുണ്ടായി എന്നൊരു വാദം, അത് ആ ഘട്ടത്തിൽ തന്നെ പരാതിയായി. കുടുംബം മാത്രമല്ല, പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ അപ്പോൾ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ്. അനാവശ്യ തിടുക്കം അക്കാര്യത്തിൽ ഉണ്ടായോ? ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നിഗമനങ്ങൾ മാത്രം, ഏതെങ്കിലും ഒരു മരണം കൊലപാതകമാണ് അല്ല എന്നൊരു അന്തിമമായ തീരുമാനത്തിലേക്കോ നിഗമനത്തിലേക്കോ എത്തിച്ചേരാൻ കഴിയില്ല. മരണകാരണം എന്താണ് എന്നൊരു നിഗമനത്തിലേക്കായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വാഭാവികമായും വിരൽ ചൂണ്ടുക. മറ്റു ചില കേസുകളിൽ അത് അങ്ങനെയാണോ അല്ലയോ എന്ന കാര്യത്തിൽ വളരെ പെട്ടെന്ന് നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. ഈ കാര്യത്തിൽ പക്ഷേ വളരെ വേഗത്തിൽ എന്താണ് മരണകാരണം എന്നത് മാത്രമായിരിക്കും നിഗമനം. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം. മറ്റൊന്ന്, ഇതേ ദിവസം 14-ാം തീയതി വിവാദ യാത്രയപ്പ് യോഗം നടക്കുന്ന സമയത്ത് കുടുംബത്തിൻ്റെ സംശയം പോലെ തന്നെ അന്നത്തെ ദിവസം അവിടെ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ മുഴുവൻ രേഖകൾ, CCTV ദൃശ്യങ്ങൾ, ടവർ ലൊക്കേഷനുകൾ, കോൾ ഡാറ്റ റെക്കോർഡുകൾ എല്ലാം കൃത്യമായി ശേഖരിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അവരുടെ കുടുംബത്തിൻ്റെ ഹർജിയുടെ വേളയിൽ മറുപടി പറയുന്നു. പക്ഷേ അപ്പോഴും കുടുംബത്തിൻ്റെ അഭിഭാഷകർ പറയുന്നത് അവ്യക്തമായ ഒരു റിപ്പോർട്ട് കൊണ്ട് ഇതെങ്ങനെ സാധൂകരിക്കാൻ കഴിയും എന്നതാണ് ചോദ്യം. അതായത് ഇതേ ദിവസം 14-ാം തീയതി അദ്ദേഹം സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള മുനീശ്വരൻ കോവിലിൽ ഇറങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം എങ്ങോട്ട് പോയി, ആരെയെല്ലാം കണ്ടു, അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, ആരെല്ലാം അദ്ദേഹത്തെ കണ്ടു, സംശയകരമായ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, കൊലപാതക സാധ്യത എന്ന കുടുംബത്തിൻ്റെ സംശയത്തെ ഏതെങ്കിലും നിലയ്ക്ക് സാധൂകരിക്കുന്നതോ അല്ല തള്ളിക്കളയുന്നതോ ആയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിലെ CCTV കൃത്യമായി ശേഖരിച്ചിട്ടുണ്ടോ? പ്ലാറ്റ്ഫോമിലെയും റെയിൽവേ സ്റ്റേഷനിലെയും അങ്ങോട്ടുള്ള പ്രവേശന കവാടത്തിലെയും CCTV ശേഖരിച്ച് പരിശോധിക്കണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം പരിശോധിച്ചിട്ടുണ്ടോ? ഗൗരവത്തിലെടുത്തിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ സംശയം ആ നിലയ്ക്ക് പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. മറ്റൊന്ന്, CPIM-ന്റെ നേരത്തെ പത്തനംതിട്ടയിലെ പാർട്ടിയും സംസ്ഥാന നേതൃത്വവും തങ്ങൾ കുടുംബത്തിനൊപ്പമാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും CPIM-ന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം അങ്ങനെയല്ല, സതുദ്ദേശപരമായ ഒരു വിമർശനം ഉന്നയിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് അവർ പറഞ്ഞു സത്യം പുറത്തു വരട്ടെ, അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അതിനിപ്പോൾ ഏത് ഏജൻസി അന്വേഷിച്ചാലും സത്യമാണല്ലോ പുറത്തു വരേണ്ടത്. മറ്റൊന്ന്, ഇതിനു മുൻപും ശേഷവും നടന്ന ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കേണ്ടതല്ലേ? വ്യാജ പരാതിയുടെ കാര്യത്തിൽ അന്വേഷണം എന്തായി എന്ന കാര്യത്തിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ ശരി സജോ, ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ, അക്കാര്യത്തിലൊക്കെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം.